രാത്രി തുണ്ടുപടം കാണാൻ പോയി ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട രോഹൻ 8 വർഷത്തിനു ശേഷം ജംഷഡ്പൂരിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയാണ്. അച്ഛനെ കാണാനുള്ള സന്തോഷം അവനുണ്ട്. പക്ഷെ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അച്ഛൻ ഭൈരവ് സിംഗ് അവനെ സ്നേഹത്തോടെയല്ല സ്വീകരിക്കുന്നത്. വീട്ടിലെത്തിയപ്പോഴാണ് രോഹൻ മറ്റൊരു സത്യം അറിയുന്നത്. രണ്ടാനമ്മയിൽ അർജുൻ എന്നൊരു ചെറിയ അനിയൻ കൂടി അവനുണ്ട് എന്നത്. അർജുനെ അവന് ഇഷ്ടപ്പെടുന്നില്ല. ഭൈരവ് സിംഗ് വളരെ കർക്കശക്കാരനും ക്രൂരനുമാണ്. വീട്ടിൽ അച്ഛനെ അച്ഛനെന്ന് വിളിക്കരുത്, സാർ എന്നാണ് നിയമം. രോഹൻ എഴുത്തുകാരനാകണമെന്നതാണ് സ്വപ്നം. കവിതകളും കഥകളും എഴുതാൻ അവന് ഇഷ്ടമാണ്. പക്ഷേ അച്ഛൻ അതെല്ലാം പരിഹസിക്കുന്നു. രോഹൻ നിർബന്ധമായും എഞ്ചിനീയറിംഗ് പഠിച്ച് തൻ്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യണം എന്നതാണ് അച്ഛൻ്റെ തീരുമാനം. കോളേജിൽ ചേർന്ന ശേഷം അച്ഛനോടുള്ള ദേഷ്യം കാരണം രോഹൻ വഴിതെറ്റുന്നു. മദ്യപാനം, സിഗരറ്റ്, ഇതൊക്കെ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. ഒരു ദിവസം അച്ഛൻ അർജുനെ ബെൽറ്റ് കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുന്നു. പിന്നീട് ഗോവണിയിൽ നിന്ന് വീണതാണ് എന്ന കള്ളം പറയുന്നു. അർജുൻ്റെ മുതുകിലെ പാടുകൾ കണ്ടപ്പോഴാണ് അച്ഛൻ്റെ ക്രൂരത രോഹന് പൂർണ്ണമായും മനസ്സിലാകുന്നത്. അതിനുശേഷം രോഹൻ അർജുനോട് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുന്നു. അവനെ രക്ഷിക്കണമെന്ന് അവൻ തീരുമാനിക്കുന്നു. എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ രോഹൻ പരാജയപ്പെടുന്നു. അതറിഞ്ഞ അച്ഛൻ അവനെ പരസ്യമായി അപമാനിക്കുന്നു. അവസാനം രോഹൻ്റെ കവിതകൾ എഴുതിയ ഡയറി അച്ഛൻ അതോടെ കത്തിച്ചു കളയുന്നു. ഇതോടെ രോഹൻ പൊട്ടിത്തെറിക്കുന്നു. വലിയ തർക്കത്തിനിടെ അവൻ അച്ഛനെ തിരിച്ചടിക്കുന്നു. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു. അച്ഛൻ പിന്തുടരുന്നുണ്ടെങ്കിലും രോഹനെ പിടിക്കാൻ കഴിയുന്നില്ല. രോഹൻ തൻ്റെ അമ്മാവൻ്റെ വീട്ടിലെത്തി എല്ലാം പറയുന്നു. അച്ഛൻ അർജുനെ ബോർഡിംഗ് സ്കൂളിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അവനെ അച്ഛൻ്റെ ക്രൂരതയ്ക്ക് വിട്ടുകൊടുക്കാൻ രോഹൻ തയ്യാറാകുന്നില്ല. അവസാനം രോഹൻ അർജുനെയും കൂട്ടി മുംബൈയിലേക്ക് പോകുന്നു. അച്ഛൻ എഴുതിയ കത്തിൽ രോഹൻ പറയുന്നു, അർജുനെ സ്നേഹത്തോടെ വളർത്തുമെന്നും അവനെ മറ്റൊരു ഭൈരവ് സിംഗ് ആക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും രോഹൻ പറയുന്നു.